കോക്ക് ചെയ്ത റിവ്യൂ വന്നിട്ടുണ്ടായിരുന്നു, കണ്ടിരുന്നത്? നാട്ടിലൊക്കെ പൊതുവെ പറയും ഈ എല്ലാ വിളിക്കും വിളിയേക്കരുതെന്ന്. നമുക്കറിയാലോ എന്താ ഉദ്ദേശം, നമുക്കറിയാം, നിങ്ങൾക്ക് അറിയാം, എനിക്കറിയാം. അവരുടെ ഉദ്ദേശം അവരത് വെച്ചിട്ട് കാര്യം വാങ്ങിക്കട്ടെ. നമ്മുടെ ചില സിനിമകൾ പലതും പരാജയപ്പെട്ടു പോകും, നമ്മൾ ആ വഴിക്കേ പോകാറില്ല. ഇന്നിപ്പോ സിനിമയ്ക്ക് ഇപ്പം ധ്യാനം വരാറില്ല, കാരണം പടം പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ വഴിക്ക് പോയിട്ട് പിന്നെ നമ്മൾ വലിയ സംഭവം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് വരെ നമുക്ക് പറയാം ഇതിങ്ങനെയാവും അങ്ങനെയാവും എന്നൊക്കെ നമുക്ക് പറയാം, നമ്മുടെ പ്രതീക്ഷയാണ്. പൊട്ടിക്കേണ്ട പിന്നെ നമ്മളൊന്ന് കണാവണം പറഞ്ഞിട്ട് കാര്യമില്ല. പറയാൻ നമുക്ക് എളുപ്പമാണ്, എത്രയോ നല്ല സിനിമകളുണ്ടാകുന്ന ഏറ്റവും നല്ല സിനിമ ഉണ്ടായിക്കൂടെ എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ അതൊരു വലിയ ടാസ്ക്കാണ്. ഇതാണോ നീ ചെയ്തിട്ട് ചെയ്ത സിനിമ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ചില സിനിമകൾ പരാജയപ്പെടുമായി. ഇതാണോ നീ നോക്കിയത് ഇത്രയും കളിച്ചത്, എനിക്ക് വന്നതിൽ ഏറ്റവും നല്ലത് അത് തന്നെയായിരുന്നു. അപ്പോൾ എല്ലാ റിവ്യൂസും അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ റിവ്യൂസിൻ്റെ ഒരു അജണ്ടയും ഒക്കെ മാറി. അപ്പോൾ അത് വ്യൂസ് എന്നുള്ള സ്ഥാനത്തിലേക്ക്, മറ്റതൊരു ഒരു ക്രിട്ടിക്കൽ അനാലിസിസ് എന്നാണ് വ്യൂസിന് റിവ്യൂ ഇങ്ങനെ പറഞ്ഞിരുന്നത്. അത് ഒരു ജോലിയാണത്. പലരും റിവ്യൂ വളരെ മോശം പറഞ്ഞ സിനിമ ഞാൻ പോയി കണ്ടിട്ടുണ്ട്, എനിക്കത് വർക്കായിട്ടുണ്ട്. പിന്നെ ചിലപ്പോൾ ഞാൻ മനഃപൂർവ്വം ഞാൻ റിവ്യൂസ് നോക്കില്ല, കാരണം എൻ്റെ വ്യൂയിങ്ങിന് അത് ബയസിങ്, എനിക്കത് താല്പര്യമില്ല. ഹായ്, ഹലോ, എല്ലാവർക്കും നമസ്കാരം. CPX ടോക്കിൽ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് സഞ്ജു ശിവറാമാണ്. നമസ്കാരം, വെൽക്കം ടു CPX ടോക്ക്. അപ്പം ഏറ്റവും പുതിയ വിശേഷം പാർട്ട്നേഴ്സ് ഇപ്പം കഴിഞ്ഞ ദിവസം റിലീസായി, അതിൻ്റെ തിരക്കിലൊക്കെയാണ്. അപ്പം എങ്ങനെയുണ്ട് അതിൻ്റെ ക്യാരക്ടറിന് കിട്ടുന്നതും സിനിമയ്ക്ക് കിട്ടുന്ന റെസ്പോൺസ് ഒക്കെ എങ്ങനെയുണ്ട്? നല്ല റെസ്പോൺസാണ്. നമ്മൾ വിചാരിച്ചാലും നല്ല റെസ്പോൺസാണ് നമുക്ക് കിട്ടുന്നത്. ഒരു കൊച്ചു സിനിമയാണ്. നമ്മൾ കുറേ കോവിഡൊക്കെ കഴിഞ്ഞ സമയത്ത്, അതിന് മുമ്പ് പ്ലാൻ ചെയ്തിട്ട് അന്നേരം നടക്കാതെ ആ സമയത്താണ് കോവിഡൊക്കെ വന്ന് പിന്നെ സ്റ്റക്കായി. ദെൻ കുറേ നാളെ കഴിഞ്ഞാണ് പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കംപ്ലീഷൻ ആ സമയത്ത് തിയേറ്ററൊക്കെ ഭയങ്കര അൺസർട്ടൺ ആയിരുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെയാവും എന്താവുന്നൊന്നും അറിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു ലിമിറ്റേഷൻസിലൊക്കെ നിന്ന് നമ്മൾ ചെയ്ത ഒരു സിനിമയാണ്. അത് പിന്നീട് എഡിറ്റ് കഴിഞ്ഞ് വീണ്ടും കുറച്ച് പോർഷൻസ് ഡയറക്ടർ വീണ്ടും ഒന്ന് വർക്ക് ചെയ്ത് അതിലേക്ക് കുറച്ച് കാര്യങ്ങളൂടെ ചെയ്തത് ഇപ്പോൾ ഒരു നല്ല രസമുള്ളൊരു പ്രൊഡക്റ്റായി മാറിയത്. ആൻഡ് സിനിമ കണ്ട് ആരും മോശം പറയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഗംഭീരമായിട്ടുള്ള ഉദാത്തമായിട്ടുള്ള നമ്മുടെ ഇൻഡസ്ട്രിയെ മാറ്റിമറിക്കുന്ന സിനിമയെന്നാണെന്ന് പറയുന്നില്ല. പക്ഷെ ഒരു തെറ്റില്ലാത്തൊരു സിനിമയാണ്. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരാളോട് പറയാം, പോയി കാണാം, പറയാം. വലിയ അപകടമൊന്നുമില്ലാത്ത സിനിമയാണ്, നല്ല സിനിമയാണ്. ഈ സിനിമകളുടെ റിവ്യൂസ് ഒക്കെ വരുമ്പോൾ അത് നോക്കാറുണ്ടോ? ഇല്ല, എല്ലാം നോക്കാറില്ല. ചില ആൾക്കാരുടെയൊക്കെ നോക്കാറുണ്ട്. നമുക്കത് ചില ഈ റിവ്യൂസ് നമുക്ക് ഭയങ്കരമായിട്ട് ഇൻപുട്സ് തരും. ഇപ്പോൾ പല ഈ അവർ കറക്റ്റായിട്ട് ചില കാര്യങ്ങൾ പറയും. അപ്പം നമുക്ക് സിനിമ മനസ്സിലാക്കാൻ, അതിനങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കാനുള്ളൊരു അങ്ങനൊരു അവസ്ഥ ഉണ്ടായിരുന്നു നേരത്തെ. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇപ്പം എല്ലാ റിവ്യൂസും അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ റിവ്യൂസിൻ്റെ ഒരു അജണ്ടയും ഒക്കെ മാറി. അപ്പോൾ അത് വ്യൂസ് എന്നുള്ള സ്ഥാനത്തിലേക്ക്, മറ്റതൊരു ക്രിട്ടിക്കൽ അനാലിസിസ് എന്നാണ് വ്യൂസിന് റിവ്യൂ ഇങ്ങനെ പറഞ്ഞിരുന്നത്. അത് ഒരു ജോലിയാണത്. അപ്പോൾ എനിക്കറിയാവുന്ന എൻ്റെ ഒരു റിലേറ്റീവ് തന്നെ, അവൻ വർഷങ്ങളായിട്ട് റിവ്യൂവറാണ്, റിവ്യൂ ചെയ്യുന്നതാണ് ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് വേണ്ടി ബോംബെയിൽ ഇത്രയും വർഷങ്ങൾക്ക് മുമ്പോട്ട്. സോ ഹീസ് ഡൂയിങ് ദ റിവ്യൂയിങ് ഫോർ മേജർ ബോളിവുഡ് മൂവീസ് ഒക്കെ. അപ്പോൾ അവൻ പറയാറുണ്ട് ചില കാര്യങ്ങൾ. അപ്പോൾ അത് നമുക്ക് ഭയങ്കര രസമായിട്ട് തോന്നിയിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെ ഫോളോ ചെയ്യാറില്ല. എന്താ ഉദ്ദേശിച്ചത്? അല്ല, ഇപ്പൊ ധ്യാൻ ശ്രീനിവാസന്റെ സിനിമകൾ ഇറങ്ങുമ്പോൾ എല്ലാ ഓഡിയൻസും നോക്കുന്ന ഒരു റിവ്യൂവർ ഉണ്ട്. ഇപ്പൊ കോക്കിന്റെ റിവ്യൂസ് എല്ലാരും ധ്യാൻ ചേട്ടന്റെ ഒരു സിനിമ ഇറങ്ങിയോ റിവ്യൂ നോക്കും. അപ്പം ഇതില് കോക്ക് ചെയ്ത റിവ്യൂ വന്നിട്ടുണ്ടായിരുന്നു, കണ്ടിരുന്നത്? ഇന്നലെ ആരോ കണ്ടതിനെ പറ്റി പറയുന്നുണ്ട്. അതില് കോക്ക് നോർമലി ചെയ്യാറുള്ള പോലെ തന്നെ സിനിമയിലേക്ക് ഒരു ബോംബ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ അങ്ങനത്തെ റിവ്യൂസ് ഒക്കെ വരുമ്പം ഒരു ക്യാരക്ടർ, ഒരു ത്രൂ ഔട്ട് ഒരു ക്യാരക്ടർ, ഒരു ഇമ്പോർട്ടൻറ്റ് റോളാണ് അതിൽ ചെയ്തിട്ടുള്ളത്. സോ അങ്ങനത്തെ റിവ്യൂസ് വരുമ്പോൾ അത് പേഴ്സണലി എടുക്കാറുണ്ടോ, അതോ അത് ആ രീതിയിൽ തന്നെ ഇഗ്നോർ ചെയ്യാം? നാട്ടിലൊക്കെ പൊതുവെ പറയും ഈ എല്ലാ വിളിക്കും വിളിയേക്കരുതെന്ന്. പലതരം ശബ്ദങ്ങളുണ്ടാകും. അപ്പോൾ നമുക്കതിനൊന്നും വിളിയേക്കാൻ പാടില്ല. അങ്ങനെ എല്ലാത്തിനും നമ്മൾ റെസ്പോണ്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഓരോരുത്തരുടെ വ്യക്തിപരമായ അഭിപ്രായമാണ്. അപ്പോൾ ഇപ്പം നിങ്ങളിപ്പോൾ ഇങ്ങനെ ഇൻ്റർവ്യൂ ചെയ്യുന്നു, നിങ്ങൾക്ക് അതിന് കിട്ടുന്ന ഒരു വ്യൂസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും. പക്ഷെ വേറൊരു തരത്തിൽ നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്താൽ ഒരുപാട് വ്യൂസ് കിട്ടും. അത് ഇപ്പോഴെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ചെയ്താലും വ്യൂസ് കൂടുതൽ കിട്ടും, ഏറ്റവും മോശം രീതിയിൽ ചെയ്താലും വ്യൂസ് കൂടുതൽ കിട്ടും. അപ്പോൾ ഈ നല്ല രീതിയിൽ ചെയ്യാന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനെ ഏറ്റവും മോശമായ രീതിയിൽ ചെയ്താൽ അങ്ങനെ പണ്ട് രണ്ടർത്ഥം ഉണ്ടായിരുന്നു. ഈ ഫേമസ് എന്ന് പറയുന്ന സാധനം, ഇപ്പോൾ പോപ്പുലർ ആൻഡ് നൊട്ടോറിയസ് എന്ന് പറഞ്ഞ രണ്ടർത്ഥം ഉണ്ടായിരുന്നു. ഈ പോപ്പുലർ എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരാളെ പോപ്പുലർ എന്ന് പറയും. നൊട്ടോറിയസ് എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇതിനെയാണ് പറയുന്നത്. അവരും അറിയുന്നതാണ്. പക്ഷെ നൊട്ടോറിയസ്ലി പോപ്പുലർ. പക്ഷെ ഇന്ന് അതില്ല.
നൊട്ടോറിയസ് ആണെങ്കിലും അതൊരു വലിയ സംഭവമായിട്ട് നമ്മൾ അലങ്കാരമായിട്ട് കൊണ്ടു നടക്കും. അത് നമ്മളങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. പിന്നെ ആ സിനിമയെ ഇപ്പം ഞാൻ ഫോളോ ചെയ്യുന്ന ചില ഈ ഓൺലൈൻ റിവ്യൂസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ ലെൻസ്മാൻ റിവ്യൂസ് ഏത് സിനിമ ലൈക്ക് ഇടയ്ക്ക് നോക്കാറുണ്ട്, അതെന്താണ് അയാളുടെ അഭിപ്രായം. പക്ഷെ അതുകൊണ്ട് മാത്രം സിനിമ കാണാൻ പോകുന്ന ആളൊന്നുമല്ല അവിടെ. ഞാൻ പലരും റിവ്യൂ വളരെ മോശം പറഞ്ഞ സിനിമയും ഞാൻ പോയി കണ്ടിട്ടുണ്ട്, എനിക്കത് വർക്കായിട്ടുണ്ട്. പിന്നെ ചിലപ്പോൾ ഞാൻ മനഃപൂർവ്വം ഞാൻ റിവ്യൂസ് നോക്കില്ല, കാരണം എൻ്റെ വ്യൂയിങ്ങിന് അത് ബയസിങ്, എനിക്കത് താല്പര്യമില്ല. പലരും മോശം അഭിപ്രായം പറഞ്ഞ സിനിമ പോയി കണ്ടിട്ടുണ്ട്, നല്ല പറഞ്ഞ സിനിമ പോയി കണ്ടിട്ട് എനിക്ക് അത്ര വർക്കാവാത്ത സിനിമകളുണ്ട്. പക്ഷെ അതെൻ്റെ പേഴ്സണൽ ചോയ്സാണ്. അപ്പോൾ അതേപോലെ തന്നെ ഈ ലെൻസ്മാൻ റിവ്യൂസ്, അല്ലെങ്കിൽ ഞാൻ ഒരു മല്ലു മൂവി അനലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വിവേക് അയാളുടെ റിവ്യൂസ് നോക്കാറുണ്ട്. പിന്നെ ഇവിടുത്തെ പിന്നെ രംഗനാഥ് സാറിൻ്റെ ഒക്കെ റിവ്യൂസ് നോക്കാറുണ്ട്, സോറി ഭരദ്വാജ് അദ്ദേഹത്തിൻ്റെ ഒക്കെ റിവ്യൂസ്. അതൊക്കെ ഒരു രസമുണ്ട്, അതൊക്കെ നോക്കാറുണ്ട്. മറ്റത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ എന്താ ഉദ്ദേശം, നമുക്കറിയാം, നിങ്ങൾക്കറിയാം, എനിക്കറിയാം. അവരുടെ ഉദ്ദേശം അവരത് വെച്ചിട്ട് കാര്യം വാങ്ങിക്കട്ടെ, നമ്മളെന്തിനാണ് എന്നെ വിളിയേക്കുന്നത്. അതെ, ഇപ്പം റിവ്യൂസിന് തന്നെ ഇപ്പൊ സിനിമ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു കൂട്ടം ആളുകളുടെ റിവ്യൂ നമ്മൾ തിയേറ്ററിൽ നിന്ന് തന്നെ ഇവൻ എല്ലാ മീഡിയസും കവർ ചെയ്യാറുണ്ട്. അവിടെ തന്നെ ഫസ്റ്റ് ഷോയ്ക്ക് തന്നെ റിവ്യൂവേഴ്സിനെയും ഇപ്പം കാസ്റ്റ് ആൻഡ് ക്രൂ മീഡിയയുടെ കൂടെ തന്നെ റിവ്യൂവേഴ്സിനെ ഇപ്പം ഇൻക്ലൂഡ് ചെയ്യിക്കുന്നുണ്ട്. സോ അത് സിനിമയുടെ രണ്ട് വശങ്ങളും റിവ്യൂവേഴ്സ് പറയുകയും ചെയ്യും, പോസിറ്റീവും പറയും നെഗറ്റീവും പറയും. അതിലേക്ക് ആസ് ആക്ടർ അല്ല, അതിൽ ഒരു സിനിമയിൽ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ചെയ്ത ഒരാളെന്ന രീതിയിൽ എപ്പോഴെങ്കിലും അത് അഫക്റ്റ് ചെയ്തിട്ടുണ്ടോ? ഞാൻ അതിനെ അഫക്റ്റ് ചെയ്യുന്നതായിട്ട് എടുക്കുന്നില്ല. കാരണം രണ്ട് തരത്തിലുള്ളതാണ് മറുപടി, ഒന്ന് നല്ലതും ഒന്ന് മോശവും. ഈ മോശം പറയുന്നതാണെങ്കിൽ ആണ് നമ്മളെ ചിലപ്പോൾ എഫക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. പക്ഷെ അത് ചിലപ്പോൾ ശരിയായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ നമ്മൾ അതിന് പിന്നെ മോശമായിട്ട് വിചാരിച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ ഞാൻ ആസ് എൻ ആക്ടർ ഇപ്പോൾ നമ്മൾ ഒരാളുടെ അടുത്ത് സിനിമ കണ്ടിട്ട് എല്ലാവരും വന്ന് അടിപൊളിയായിട്ടുണ്ട് എന്ന് പറയുന്നത് കേൾക്കുന്നതിനേക്കാളും അത് നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു വലിയ വിഭാഗം നമ്മളോട് പറയുമായിരിക്കും, നമ്മൾ ചിലപ്പോൾ നന്നായി ചെയ്താൽ. ചില ആളുകൾ വന്ന് പറയും അത് ആ ഒരു ഏരിയ ഇത്തിരി മോശമായിരുന്നു, നിങ്ങളത് അതിൽ ആ ഒരു സമയത്ത് നിങ്ങൾ ഇങ്ങനെ ചെയ്തതൊരു സുഖം തോന്നിയില്ല, അല്ലെങ്കിൽ നിങ്ങൾ ബ്ലാങ്ക് ആയിട്ടുള്ള പോലെ തോന്നി, അല്ലെങ്കിൽ നിങ്ങൾ കോൺഫിഡൻ്റ് അല്ലാത്ത പോലെ തോന്നി. ഇതൊക്കെ ഞാൻ കുറേ കേട്ടിട്ടുണ്ട്, ഞാനത് ചോദിച്ചിട്ടുണ്ട്. പലരും നല്ല അഭിപ്രായങ്ങൾ പറയുന്നതോടെ ചോദിച്ചിട്ടുണ്ട്, മോശമായിട്ട് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് പറയുന്നത് പറയും. അപ്പോൾ ചില ആൾക്കാർ ചിലത് പറയും. അതെനിക്ക് റീസെൻ്റ്ലി തന്നെ നമ്മളൊരു ഞാനിപ്പോൾ ചെയ്യുന്നൊരു വെബ് സീരീസ് ഉണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ എഡിറ്റർ നമ്മുടെ വളരെ അടുത്ത സുഹൃത്താണ്. അപ്പോൾ അദ്ദേഹം അതിൻ്റെ എഡിറ്റൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് പരിപാടിയൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ പറഞ്ഞു നന്നായി വരുന്നുണ്ട്, പരിപാടി രസമുണ്ട്, നല്ല രസമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതവിടെ നിൽക്കട്ടെ, അപ്പോൾ ഷൂട്ട് നടന്നു തുടങ്ങി, അതവിടെ നിൽക്കട്ടെ, മോശമായിട്ട് എന്തെങ്കിലും പരിപാടി നമ്മൾ ഏരിയ എന്തെങ്കിലും പ്രശ്നമായിട്ട് വരുന്നുള്ളതുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം പറയില്ല അങ്ങനെയൊന്നുമില്ല. ഞാൻ പറയില്ല എന്തെങ്കിലും ഒരു സാധനം നമ്മളൊന്നും ഞാൻ ഇനി തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു ഒരു ഏരിയയിൽ എനിക്കൊരു സാധനം തോന്നി, അതായത് നിങ്ങളൊരു ലുക്ക് ഇങ്ങോട്ട് കൊടുത്തിട്ട് അതൊന്നും ചില ലുക്കുകളൊന്നും സസ്റ്റെയിൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. ആ ലുക്കൊന്ന് സസ്റ്റെയിൻ ചെയ്തത് എനിക്ക് നല്ല ലുക്കായിരുന്നു, അത് ഒരു നോട്ടം നോക്കുന്നുണ്ട്, അത് നല്ലതായിരുന്നു, അതെനിക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഒരു എഡിറ്റ് പോയിന്റ് എനിക്ക് കിട്ടുന്നില്ല. അപ്പം അതൊന്ന് സസ്റ്റെയിൻ ചെയ്തിരുന്നാൽ അത് ഞാൻ കുത്തി ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞത്. അപ്പം അത് ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടല്ലേ ഞാനത് ചോദിച്ചത്. അപ്പം ഞാൻ ഐ ഓൾവേസ് ലുക്ക് അപ്പ് ടു പീപ്പിൾ. ആൾക്കാരെന്ത് മറുപടി പറയുന്നു, ആൾക്കാരെന്ത് ഫീഡ്ബാക്ക് പറയുന്നു, ഞാൻ ഇപ്പം പലരും ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു സാധനം സിനിമയുടെ അതിൻ്റെ അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഞാൻ അതിനകത്ത് മോശമായിട്ട് എന്താണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ നോക്കാറുണ്ട്. അത് ആ മോശമായിട്ട് പറഞ്ഞത് നല്ല കാര്യമാണോ എന്നുള്ളത് ഞാൻ നോക്കും, അല്ലാതെ പറയുന്നതെല്ലാം എടുക്കാന്നല്ല. അത് ഓരോരുത്തർക്കും ഓരോ വ്യൂസ്. ഇപ്പം എന്നെ ഇഷ്ടമില്ലാത്ത ഒരാൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയും, അല്ലെങ്കിൽ ആ സിനിമയെ ഇഷ്ടമില്ലാത്ത ആൾക്കാർ ചിലപ്പോൾ എന്തെങ്കിലും പറയും. അത് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. ഓരോരുത്തർക്ക് അവരുടേതായ പല റീസൺസ് ഉണ്ടായിരിക്കും, പലതിനെയും പറയാം. ഇവിടുത്തെ ഏറ്റവും വലിയ നടന്മാരെ, ഏറ്റവും വലിയ സംവിധായകരെ വരെ ആൾക്കാർ തെറി വിളിക്കുന്നു, മോശം പറയുന്നു, അത് വളരെ മോശമായിട്ട് വരെ പറയുന്നുണ്ട്. അവരുടെ വീട്ടുകാരെ വരെ ചീത്ത വിളിക്കുന്നുണ്ട്. അപ്പോൾ സിനിമ ഇപ്പം അതിനകത്ത് വിഷമം തോന്നുന്ന കാരണം വെച്ചാൽ ഒരു ഡയറക്ടർ, ഇപ്പം നമ്മൾ ഈ ചെയ്ത സിനിമയുടെ ഒരു ഡയറക്ടറുണ്ട്. അയാളുടെ ലിമിറ്റേഷൻസിൽ നിന്നുകൊണ്ട് അയാൾ കഷ്ടപ്പെട്ടുണ്ടായിക്കൊണ്ടുവന്ന സിനിമയാണ്. അപ്പോൾ നമുക്ക് പറയാൻ നമുക്ക് എളുപ്പമാണ്, എത്രയോ നല്ല സിനിമകളുണ്ടാകുന്ന അയാൾക്ക് നല്ല സിനിമ ഉണ്ടായിക്കൂടെ എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ അതൊരു വലിയ ടാസ്ക്കാണ്. അയാൾ എന്തെല്ലാം കാര്യങ്ങൾ ഈ സിനിമ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ തരണം ചെയ്തിട്ടുണ്ട്. നമ്മൾ ബഡ്ജറ്റ് കൺസ്ട്രെയിൻസ് നമ്മൾ ഓവർകം ചെയ്യണമായിരുന്നു. അതുകൊണ്ട് പല കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റിയില്ല. അപ്പോഴാണ് അത് സിനിമ ഒന്ന് എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ പുള്ളിക്ക് ഒരുപാട് പോരായ്മകൾ തോന്നി. സോ അയാൾ രണ്ടാമതൊരു പ്ലാൻ ബി, രണ്ടാമതൊരു സ്ക്രിപ്റ്റ് അയാൾ തയ്യാറാക്കി. രണ്ടാമത് സ്ക്രിപ്റ്റ് വെച്ചാൽ ഇതിനോട് എങ്ങനെ അത് കവറപ്പ് ചെയ്യാം, എങ്ങനെ മാനേജ് ചെയ്യും. ആ സെക്കൻഡ് എഫേർട്ട് പ്ലാൻ ബി, ഞാൻ നവീനോട് ഞാൻ പറഞ്ഞത്, നവീൻ നിങ്ങളുടെ പ്ലാൻ ബി ആണ് വർക്കായത്, പ്ലാൻ എ അല്ല. അതിന് പ്ലാൻ ബി വന്നപ്പോഴാണ് ആ സംഭവങ്ങൾക്ക് മൊത്തം വേറൊരു ഡയമെൻഷനും
അതിനൊരു ഒരു പെർഫെക്ഷനും വന്നത്. കൂടുതലും സെറ്റ് ഇട്ട് ആ ബാങ്ക് ഒക്കെ ആണെങ്കിലും സെറ്റ് ഇട്ടല്ലേ ബാങ്ക് സെറ്റ് ഇട്ടാണ് ചെയ്തത്. അതൊരു റീഷൂട്ട് ചെയ്യണം. അല്ല റീഷൂട്ട് ചെയ്യുന്ന ആ ഏരിയ അല്ലേ ഷൂട്ട് ചെയ്തത്, അത് അങ്ങനെ ചെയ്തു. പക്ഷെ മറ്റു പല ഏരിയാസ് ആഡ് ചെയ്തു നമ്മൾ. ഇപ്പൊ അതിനകത്ത് ഷാജോൺ ചേട്ടൻ്റെ ഏരിയ അതൊക്കെ പിന്നീട് വന്നതാണ്. അപ്പൊ അങ്ങനെ വന്നപ്പോൾ അത് രസമായിട്ട് അത് വർക്ക് ചെയ്തു. അത് അയാളുടെ എഫേർട്ടാണ്, അത് അയാളുടെ ഡെസ്പിറേഷനാണ് ടു മേക്ക് ഇറ്റ് വർക്ക്. അപ്പോൾ അയാൾ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ആ സിനിമ ഈ തിയേറ്ററിൽ എത്താൻ വേണ്ടി അയാൾ എന്തോരം കഷ്ടപ്പെട്ടു. സോ ഞാനതിൽ അപ്പോൾ അതൊരു മോശം പ്രോഡക്റ്റ് ആണെങ്കിൽ എനിക്കിന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കാനോ ഇന്ന് നമ്മളിപ്പോൾ തിയേറ്റർ വിസിറ്റിന് പോകാനുള്ള ധൈര്യം ഉണ്ടാവില്ല. ഇന്നലെ തന്നെ ആ സിനിമ നമ്മുടെ ചില സിനിമകൾ പലതും പരാജയപ്പെട്ടു പോകും, നമ്മൾ ആ വഴിക്കേ പോകാറില്ല. ഇന്നിപ്പോൾ സിനിമയ്ക്ക് ഇപ്പം ധ്യാനം വരാറില്ല, കാരണം പടം പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ വഴിക്ക് പോയിട്ട് പിന്നെ നമ്മൾ വലിയ സംഭവം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുവരെ നമുക്ക് പറയാം ഇതിങ്ങനെയാവും അങ്ങനെയാവും എന്നൊക്കെ പറയാം, നമ്മുടെ പ്രതീക്ഷയാണ്. പൊട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊന്ന് കാണാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഇന്ന് ധ്യാൻ വന്നു, അപ്പം അതൊരു ഭേദപ്പെട്ട നല്ല അഭിപ്രായം കുറച്ച് പേര് പറയുന്നതുകൊണ്ടാണ്. അത് ഈ ചില ആളുകളും ഇങ്ങനെ അഭിപ്രായങ്ങൾ മാറി തിരിഞ്ഞു വന്നോണ്ടേ അത് കുഴപ്പമില്ല, അഭിപ്രായങ്ങൾ പറഞ്ഞുണ്ട്, അത് പറയുന്നതിന് ഒരു രീതിയുണ്ട്. എനിക്ക് നിങ്ങളോട് എതിരഭിപ്രായം പറയാം, എനിക്ക് നിങ്ങൾ ചെയ്യുന്നത് മോശമാണെന്ന് പറയാം, അത് ഏതൊക്കെ തരത്തിൽ പറയാം. അത് എങ്ങനെ പറയുന്നു എന്നുള്ളത് എൻ്റെ നിലവാരവും നിങ്ങളെങ്ങനെ പറയുന്നതും നിങ്ങളുടെ നിലവാരവും. ഓക്കെ, ഇതായാലും വെബ് സീരീസിന്റെ കാര്യം പറഞ്ഞു, അത് ഞാൻ ചോദിക്കാൻ തന്നെ ഇരുന്നായിരുന്നു. ഇപ്പൊ കൃഷാന്തുമായിട്ട് ഒരു വെബ് സീരീസ് ചെയ്യുന്നുണ്ട്. ഞാൻ കേട്ടത് അതിലൊരു ഒരു കരിയർ ബ്രേക്ക് ഒക്കെ വരാൻ പോകുന്ന ഒരു ക്യാരക്ടർ അതിൽ ചെയ്യുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അതിൽ കുറച്ച് മേക്ക് ഓവർ ഫോട്ടോസും പ്രൊഫൈലിലൊക്കെ ഇട്ടിട്ടുണ്ട്. സോ അതിനെപ്പറ്റി ഒരുപാട് പറയാൻ പറ്റില്ല എന്ന് എനിക്കറിയാം, എങ്കിലും കുറച്ച് ആ ഒരു വെബ് സീരീസിനെ പറ്റിയും. പിന്നെ കൃഷാന്തിന്റെ ഇപ്പൊ എവിടെ നോക്കിയാലും കൃഷാന്തിന്റെ ഫാൻസ് ആണുള്ളത്. കുറച്ച് പുരുഷപ്രേതം, ആവാസവ്യം 2 സിനിമ കൊണ്ട് തന്നെ എല്ലാ പ്രേക്ഷകരെയും കയ്യിലെടുത്ത ആളാണ്. പ്രശാന്തിന്റെ ഒപ്പം ഒരു വർക്കിന്റെ പാർട്ടാവുന്നു. സോ ആ ഒരു എക്സ്പീരിയൻസും. കൃഷാന്ത് ഏട്ടൻ എനിക്കൊരു 9 വർഷത്തെ അടുപ്പമാണുള്ളത്, 9 വർഷത്തെ സൗഹൃദമുണ്ട്. നമ്മളൊരു 2015 ഒരിക്കൽ ബോംബെ വെച്ചിട്ടാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്, വന്ന് സംസാരിക്കുന്നത്. അന്ന് തുടങ്ങിയ ചർച്ചകളാണ്, അന്ന് തുടങ്ങിയ കഥകളുമാണ് ഇന്നിപ്പം ഇവിടെ എത്തി നിൽക്കുന്നത്. അല്ലെങ്കിൽ കൃഷ്ണാന്ത് ഈ പറയുന്ന പോലെ ആവാസവ്യൂഹം ഈ പറയുന്ന പുരുഷപ്രേതം എന്നുള്ള സിനിമയിലാണ് ഇപ്പം എല്ലാവരും അറിയുന്നത്. പക്ഷെ അതിനു മുമ്പ് ഒരു വൃത്താകൃതിയിലുള്ള ചതുരം ഉണ്ടായിരുന്നു, ഒരു ഉത്സാഹിതിഹാസം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള പിന്നെ കൃഷ്ണൻ്റെ ആദ്യമായിട്ടും കാണുന്നത് ഘോഡ 22 എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഷോർട്ട് ഫിലിമാണ്. അപ്പം അതിലൊക്കെ അയാളെടുത്തൊരു എഫേർട്ടുണ്ട്. ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒന്നുമില്ലാത്തവൻ്റെ ഒരു 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 എഫേർട്ട് ഉണ്ടല്ലോ, അതായത് കയ്യിൽ ബഡ്ജറ്റും ഇല്ല ഒന്നുമില്ല, അത് വെച്ചിട്ട് അയാളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയും ആ പ്രൊഡക്റ്റ് എങ്ങനെയെങ്കിലും സെല്ല് ചെയ്യാൻ നോക്കി. എനിക്ക് മലയാളത്തിലെ ആദ്യത്തെ വെബ് സീരീസാണ് ഉത്സാഹിതിഹാസം, ആദ്യത്തെ വെബ് സീരീസാണ്. അത് അയാൾ വളരെ ഒരു ഒരു ചെറിയ ബഡ്ജറ്റിൽ ചെയ്തിട്ട് അതുപോലെ അയാൾ ഈ സോൾഡ് ഇറ്റ്, അയാളത് വിറ്റു. കാരണം അയാൾ വിൽക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ അയാൾക്ക് 1 രൂപയെങ്കിലും ലാഭത്തിൽ അയാൾ വിൽക്കും, കാരണം അയാൾക്ക് അടുത്തത് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കീപ്പ് ഓൺ ഡൂയിങ് ഇറ്റ്. അപ്പോൾ അങ്ങനെ ഒരു കൃഷാന്തിനെ എനിക്കറിയാം. അപ്പോൾ അങ്ങനെ ആ വർഷങ്ങളായിട്ടുള്ള ഇതുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മൾ പല സിനിമകളും പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആദ്യം എനിക്കൊന്ന് ടൊവി ത്രൂ ആണ് ഞാൻ ആക്ച്വലി കൃഷാന്തിനെ, ടൊവി പറഞ്ഞിട്ടാണ് ഞാൻ കൃഷാന്തിനെ അടുത്ത് സംസാരിക്കുന്നതും ഞങ്ങൾ പരിചയപ്പെടുന്നതും ഒരു സബ്ജക്റ്റായിരുന്നു. അപ്പം അങ്ങനത്തെ ഒരുപാട് കഥകൾ ഇപ്പോഴും ബാക്കി നിൽപ്പുണ്ട്. അപ്പോൾ അത് ഇപ്പം 4.5 സംഘം എന്ന് പറഞ്ഞിട്ട് സംഭവ വിവരണം 4.5 സംഘം എന്ന് പറഞ്ഞിട്ട് വെബ് സീരീസ് സോണി ലിവിന് വേണ്ടി ചെയ്യുന്നത്. അതൊരു 2 വർഷം മുമ്പ് നമ്മൾ സോണിയുമായിട്ട് പിച്ച് ചെയ്ത് അങ്ങനെ അതിലേക്ക് എത്തി. അതിന് ഷൂട്ട് കഴിഞ്ഞു, അതിന് ഡബ് നടക്കുന്നു. മേ ബി November to February ആ ഒരു വിൻഡോയിൽ അത് ഇറങ്ങും. അതെനിക്ക് എൻ്റെ ജീവിതത്തിൽ ഭയങ്കര ഒരുപാട് പ്രതീക്ഷയുള്ള, ഞാൻ ഇതുവരെ എനിക്ക് ചെയ്തിട്ടില്ലാത്ത, ഞാൻ ചെയ്യാൻ ആഗ്രഹിച്ച കൈൻഡ് ഓഫ് ഒരു കഥാപാത്രമാണ്. അതിനകത്ത് ഒരുപാട് കഥാപാത്രത്തിന് ഒരുപാട് ഫേസസ് ഉണ്ട്, ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട്. അതിന് ചിലപ്പോൾ സീസൺ 2 ഉണ്ടാവും, 2 ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു വലിയൊരു പ്രോജക്റ്റാണ് നമ്മൾ ചെയ്തത്. അത് ഇപ്പോൾ കൃഷാന്ത് നമ്മളെന്നിട്ട് ഇടയ്ക്ക് പറയാം, അത് കൃഷാന്ത് തുടങ്ങിയ ഒരു ബജറ്റിൽ നിന്ന് ഈ ബജറ്റിലേക്ക് അതിൻ്റെ ഒരു 100 ഇരട്ടി വലുപ്പത്തിലേക്കുള്ള ഒരു സ്ഥാനത്തിലേക്ക് നമ്മൾ ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു സന്തോഷമുണ്ടല്ലോ. നമ്മളത് ഒരുപാട് കഷ്ടപ്പെട്ടുണ്ട്, അത് കാണാനുണ്ട്, ആ കഷ്ടപ്പാട് അത് കാണാനുണ്ട്. നമ്മൾ എന്നിട്ട് പറയുകയും ചെയ്തു, ഇതുപോലൊരു ജോലി അല്ലെങ്കിൽ ഒരു വർക്ക് നമുക്ക് ഇനിയും ചെയ്യാൻ പറ്റില്ല, ചെയ്യുകയും ചെയ്തത്. കാരണം അത്രയും നമുക്ക് പറ്റില്ല, അത്രയും നമ്മൾ എഫേർട്ട് എടുത്തിട്ടുണ്ട്. അറൗണ്ട് ഒരു 100 ദിവസത്തോളം ഷൂട്ട് കണ്ടിന്യൂസ് നമ്മൾ ഷൂട്ട് ചെയ്തു, വിത്തൗട്ട് ബ്രേക്ക്, ഫൈറ്റ്, ഒരുപാട് നൈറ്റ് ഷൂട്ട്സ്, ബ്രേക്കില്ല. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട്, കാരണം നമുക്ക് ഒരുപാട് ഷൂട്ട് ചെയ്യാനുണ്ട്, പക്ഷെ സമയം കുറച്ചേ ഉള്ളൂ, ബഡ്ജറ്റും ലിമിറ്റഡ് ആണ്. അത് വെച്ചിട്ട് നമ്മൾ നല്ല രീതിയിലുള്ള സാധനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കൂടാതെ തന്നെ എനിക്ക് ഞാൻ എടുത്തു പറയേണ്ടത്, അത് പക്ഷേ ഇപ്പം അറോസ് ഇർഫാൻ നജീം എഴുതിയ നജീം കോയ സംവിധാനം ചെയ്യുന്ന ഒരു വെബ് സീരീസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതും ഹോട്ട്സ്റ്റാറിന് വേണ്ടി ചെയ്തതാണ്. അത്
ഈ വരുന്ന മേ ബി ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്കെ ആകുമ്പോഴത്തേക്ക് അത് റിലീസ് അതിന് മുമ്പ് റിലീസാവും. സോ അതും ഈ പറയുന്ന പോലെ തന്നെ ഒരുപാട് എക്സ്പെക്ടേഷൻ ഉള്ളവർ, എനിക്ക് ഒരുപാട് പ്രതീക്ഷകളുള്ള, ഞാൻ ഇന്ന് വരെ ചെയ്തിട്ടില്ല. ഇതിന് രണ്ടിനും ഞാൻ അത് തന്നെ പറയുക. പക്ഷെ രണ്ട് വ്യത്യസ്തമായ കഥാപാത്രങ്ങളാണ്. അത് നജീമിക്കയുടെ സംഭവമാണെങ്കിലും അത് ഒരു പാത്ത് ബ്രേക്കിംഗ് പരിപാടിയാണത്. അത് ഒത്തിരി എക്സ്പെക്ടേഷൻ ഉണ്ട്. അത് നമ്മൾ ഒരുപാട് സമയമെടുത്ത്, അറൗണ്ട് 8 മാസത്തോളം നമ്മൾ സമയമെടുത്ത് ഷൂട്ട് ചെയ്തൊരു സീരീസാണ്. 8 മാസത്തോളം അതിനകത്ത് കുറേ കാലഘട്ടമുണ്ട്, കുറേ ഗെറ്റപ്പ് ചേഞ്ച് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു ഗെറ്റപ്പ് ചേഞ്ചിനൊക്കെ വേണ്ടി ഒരു 2 മാസത്തോളം എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത ഒരു ഡയറക്ടറുണ്ട്. അപ്പം അതിനത്രയും എഫേർട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. സോ അങ്ങനത്തെ 2 വലിയ പ്രതീക്ഷകളുമായിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. ഇപ്പൊ മുമ്പൊക്കെന്ന് വെച്ചാൽ സിനിമയ്ക്കായിരുന്നു ടോപ്പ് പ്രയോറിറ്റി. ഇപ്പോൾ സിനിമ, വെബ് സീരീസ്, ഈവൻ ഷോർട്ട് ഫിലിംസ് എല്ലാം സിനിമയുടെ ഒരു ക്വാളിറ്റി തന്നെയാണ് ചെയ്യാറുള്ളത്. പക്ഷെ പല ആക്ടേഴ്സിനെയും നോക്കിക്കഴിഞ്ഞാൽ സിനിമ ചെയ്തുകൊണ്ടിരിക്കുമ്പം പലർക്കും ഷോർട്ട് ഫിലിംസ്, വെബ് സീരീസ് ഇപ്പോഴാണ് കുറച്ചുകൂടെ കയറി വരുന്നത്. പലരും ഷോർട്ട് ഫിലിംസ് ചെയ്യാൻ മടിക്കാറുണ്ട്, വെബ് സീരീസ് ചെയ്യാൻ മടിക്കാറുണ്ട്. പക്ഷേ ഇപ്പം സഞ്ജുവിൻ്റെ ഒരു കരിയർ എടുത്തു കഴിഞ്ഞാൽ സിനിമയുടെ കൂടെ തന്നെ ഷോർട്ട് ഫിലിം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ചെയ്ത ദി ഷെഫ് എന്ന് പറയുന്ന ഷോർട്ട് ഫിലിം, അതിലൊരു ഗ്രേ ഷെയ്ഡും കൊണ്ടുവന്നിട്ടുണ്ട്. സോ സിനിമയോടൊപ്പം തന്നെ ഷോർട്ട് ഫിലിം ചെയ്യുന്നത് സ്ക്രിപ്റ്റ് വരുന്നത് നോക്കി ചെയ്യുന്നതാണോ അതോ സിനിമയോടുള്ള ഷോർട്ട് ഫിലിം ചെയ്യുന്നത് സിനിമ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരാണല്ലോ, അവർക്കുള്ള ഒരു കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഒരു ഹെൽപ്പ് അങ്ങനെയും കൂടെയാണോ? ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ ചെറുതാക്കാൻ പറ്റില്ല, അത് ഹെൽപ്പൊന്നുമല്ല അത്. പക്ഷേ ഞാൻ ഒരു 5-6 ഷോർട്ട് ഫിലിം ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ എല്ലാം ചെയ്ത് സിനിമയിൽ വന്നതിന് ശേഷമാണ്, സിനിമ വരുന്നതിന് മുമ്പല്ല. അപ്പോൾ ഞാൻ ചെയ്ത ഒട്ടുമിക്ക ആൾക്കാരും പിന്നീട് അവർ വേറെ സംവിധാനം ചെയ്തിട്ടുള്ളവരുമുണ്ട്, അല്ലെങ്കിൽ അവർ സംവിധാനം ചെയ്യാൻ പോകുന്നു എന്നുള്ള അവസ്ഥയിലേക്കാണ്. ഇപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് ഫ്രൈഡേ എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമാണ്. ഫ്രൈഡേ അത് അതിൻ്റെ ഡയറക്ടർ MC ജിതിൻ എന്ന് പറഞ്ഞിട്ട്, ജിതിൻ പിന്നീട് നോൺസെൻസ് എന്ന് പറയുന്ന സിനിമ ചെയ്തു. ഇപ്പോൾ സൂക്ഷ്മദർശിനി എന്ന് പറഞ്ഞിട്ട് സിനിമ ചെയ്യുന്നു. പിന്നെ ആ സമയത്ത് പിന്നെ മണിയറ എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. അതന്ന് ഞാൻ 1983 ചെയ്തതിന് ശേഷമാണ്. അതൊക്കെ ഒരുപാട് ഓൺലൈനിൽ ഒരുപാട് യൂട്യൂബിൽ ഒരുപാട് വർക്കായിട്ടുള്ള സംഭവങ്ങളാണ്. ഷെഫ് ഇതേപോലെ തന്നെ നമ്മുടെ മിഥുൻ മാനുവലാണ് പ്രൊഡ്യൂസ് ചെയ്തത്, ഭരതനാണ് ഡയറക്ട് ചെയ്തത്. സോ അത് ഞാൻ ചെയ്യാൻ കാരണം വെച്ചാൽ രസകരമായിട്ടുള്ള സബ്ജക്റ്റുകൾ വരും, നല്ല സബ്ജക്റ്റ് വരുന്നു, നല്ല അപ്പം നമ്മൾ നോക്കാറില്ല, നല്ല കഥാപാത്രം വരുന്നു. അപ്പോൾ ഈ നമുക്ക് ചിലപ്പോൾ സിനിമയിൽ കിട്ടാത്ത ചില പ്രിവിലേജസ് ഇവിടെ കിട്ടും. ഞാൻ ഒരു മണിയറ പോലത്തെ ഒരു കഥാപാത്രം എനിക്ക് സിനിമയിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഫ്രൈഡേയിലത്തെ പോലത്തെ ഒരു കഥാപാത്രം എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതേപോലെ തന്നെ ഈ ഷെഫ് എന്ന് പറഞ്ഞൊരു എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അങ്ങനത്തെ ക്യാരക്ടേഴ്സ്. പക്ഷെ എനിക്ക് സിനിമയിൽ അത് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഇനി ഒരു പക്ഷേ അത് വരുന്നുണ്ടായിരിക്കും. പക്ഷെ ഞാൻ ആദ്യം ചെയ്യുന്നത് അതിലാണ്. അപ്പം എന്തിനാണ് അതിനോടൊരു വിമുഖത എന്നുള്ളത് എനിക്കറിയില്ല. വരുന്ന നല്ല വർക്കാണെങ്കിൽ അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണെങ്കിൽ എന്തും ചെയ്യാം. അത് ഷോർട്ട് ഫിലിം എന്നോ ആൻഡ് ഈവൻ വെബ് സീരീസ് ഒക്കെ ചെയ്യുന്നത് എനിക്ക് വന്ന ഏറ്റവും നല്ല സാധനം എന്നുള്ള രീതിയിലാണ്. ഞാൻ ഒരു സിനിമയാണെങ്കിലും വെബ് സീരീസ് ആണെങ്കിലും ഷോർട്ട് ഫിലിം ആണെങ്കിലും എനിക്ക് വരുന്നതിൽ നിന്ന് ഏറ്റവും നല്ലത് ഞാൻ തിരഞ്ഞെടുക്കുന്നതാണ് ഞാൻ ചെയ്യുന്നത്. അല്ലാതെ അതിന് വേറെ ഫിൽട്രേഷൻസ് ഒന്നുമില്ല. അപ്പോൾ എന്ത് ചോദിക്കും, ഇതാണോ നീ ചെയ്ത സിനിമ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ചില സിനിമകൾ പരാജയപ്പെടുമായി. ഇതാണോ നീ നോക്കിയത് ഇത്രയും കളിച്ചത്? എനിക്ക് വന്നതിൽ ഏറ്റവും നല്ലത് അത് തന്നെയായിരുന്നു. അപ്പോൾ അതെനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് ഒരുപാട് നാളെ കാത്തിരിക്കാനോ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ ചില സിനിമകൾ ചെയ്യുന്നത് ഇത് വർക്കാവുമെന്നുള്ള പ്രതീക്ഷയിലാണ്, അപ്പം അങ്ങനെ ചെയ്യുന്നതാണ്. പക്ഷേ ഈ ഷോർട്ട് ഫിലിം എനിക്ക് തോന്നുന്നത് അത് ചെറുതായി കണ്ടാലും ഒരുപാട് നല്ല ടാലൻസ് ഉണ്ട്, ഒരുപാട് നല്ല ആൾക്കാർ അതിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ സിനിമയിലേക്ക് വരുന്ന ആൾക്കാരുണ്ട്. ആൻഡ് ഓൾസോ അതൊരു എക്സ്പെക്ടേഷൻ, ഒരു പ്രതീക്ഷയാണ്, പുതിയൊരു ഫ്രഷ്നെസ് ഉണ്ട്. സോ ഇനി ചെയ്യും.